ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് കവർ ഉണ്ടായിട്ടും ഒരു ആക്സിഡന്റിനു ശേഷം വരുന്ന റിപ്പയർ കോസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻഷുറൻസ് കവർ എടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്ത ഒരു മിസ്റ്റേക്ക് മൂലമാകാം ഇത്, അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധയോ അറിവില്ലായ്മയോ മൂലവുമാകാം ഇത്. Don't worry, let's talk about the top car insurance mistakes to avoid, especially in India. Not renewing your car insurance on time. ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് റിസ്കി ആയിട്ടുള്ള കാര്യം മാത്രമല്ല, അത് ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായ സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രീമിയം കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇൻഷുറൻസ് എക്സ്പയർ ആകുന്ന ഡേറ്റ് മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും റിമൈൻഡർ വെക്കാം. അതുവഴി ക്യാഷ് ലാഭിക്കാം. ഇഗ്നോറിംഗ് മൈനർ ഡാമേജസ് ആൻഡ് നോട്ട് റിപ്പോർട്ടിംഗ് ദം. ഇനി എല്ലാവരും തന്നെ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് എന്തെങ്കിലും ചെറിയ ഡാമേജ് ആണെങ്കിൽ അത് ക്ലെയിം ചെയ്യാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി റിപ്പയർ ചെയ്യുന്നത്. എത്ര ചെറിയ ഡാമേജ് ആണെങ്കിലും അവ കൃത്യമായ സമയത്ത് റിപ്പോർട്ട് ചെയ്ത് അതിനാവശ്യമായ തുക ക്ലെയിം ചെയ്യാം. ചൂസിംഗ് ദ ചീപ്പ് പോളിസി വിത്തൗട്ട് റീഡിംഗ് ദ ഫൈൻ പ്രിന്റ്. നാം എല്ലാവരും ക്യാഷ് ലാഭം നോക്കി എല്ലാ കാര്യവും ചെയ്യുന്നവരല്ലേ. പക്ഷേ ഇൻഷുറൻസിന്റെ കാര്യമാകുമ്പോൾ ചീപ്പായിട്ടുള്ള ഓപ്ഷൻ ചിലപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആവണമെന്നില്ല. ചില ലോ കോസ്റ്റ് പോളിസികൾ നിങ്ങളുടെ സിറ്റിക്ക് പുറത്ത് വെച്ച് നടക്കുന്ന ആക്സിഡന്റോ വെള്ളപ്പൊക്കമോ ഒന്നും കവർ ചെയ്യണമെന്നില്ല. സോ ഒരു പോളിസി എടുക്കുന്നതിനു മുൻപേ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇഗ്നോറിംഗ് ആഡ് ഓൺസ്. നിങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് വെള്ളപ്പൊക്കം ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയാണെങ്കിൽ പോളിസി എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ക്യാഷ് ഇട്ട് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ പോലെയുള്ള ആഡ് ഓൺസ് എടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. സോ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പോളിസി എടുക്കുമ്പോൾ തന്നെ കഴിയാവുന്ന ആഡ് ഓൺസ് സെലക്ട് ചെയ്യാം. സ്കിപ്പിംഗ് കാർ ഇൻഷുറൻസ് എൻറ്റയർലി ഓർ ഓപ്റ്റിംഗ് ഫോർ തേർഡ് പാർട്ടി കവറേജ്. ഇന്ത്യയിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. എന്നാൽ ഇവ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഡാമേജ് മാത്രമേ കവർ ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വാഹനത്തിന് ക്ലെയിം ലഭിക്കുകയില്ല. സോ അല്പം കൂടി ക്യാഷ് ചെലവാക്കി മറ്റു പോളിസികൾ എടുത്താൽ മോഷണം പോയാലോ കത്തിപ്പിടിച്ചാലോ ആക്സിഡന്റ് നടന്നാലോ നിങ്ങളുടെ വാഹനത്തിനു കൂടി പ്രൊട്ടക്ഷൻ ലഭിക്കും. നോട്ട് റീഡിംഗ് ദ ക്ലെയിം പ്രോസസ് കെയർഫുള്ളി. കൃത്യമായി ഇൻഷുറൻസ് പുതുക്കുന്ന എത്ര പേർ കൃത്യമായി ക്ലെയിം പ്രോസസ് എന്തൊക്കെയാണെന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്? നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പോളിസിയുടെ പ്രീമിയം എത്രയാണ്, എന്തൊക്കെ കവർ ചെയ്യും, എന്തെങ്കിലും പ്രോബ്ലംസ് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഒട്ടും താമസമില്ലാതെ ക്ലെയിം സമർപ്പിക്കാനും നിങ്ങൾക്ക് അർഹതപ്പെട്ട തുക വേഗത്തിൽ ലഭിക്കുവാനും നിങ്ങളെ സഹായിക്കും. സോ ചുരുക്കത്തിൽ ഇൻഷുറൻസ് പോളിസി കൃത്യമായ സമയത്ത് പുതുക്കുക, എല്ലാ ഡാമേജുകളും റിപ്പോർട്ട് ചെയ്യാം, ഒരിക്കലും ബ്ലൈൻഡായി ചീപ്പായിട്ടുള്ള പോളിസികൾക്ക് പുറമെ പോകാതിരിക്കാം, ആവശ്യമെങ്കിൽ ആഡ് ഓണുകൾ എടുക്കാം, എപ്പോഴും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പോളിസികൾ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ക്ലെയിം പ്രോസസ് ഫോളോ ചെയ്യാം. ഇത്തരത്തിലുള്ള എല്ലാ മിസ്റ്റേക്കുകളും അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവും സമയവും ലാഭിക്കാം. ഇവയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുമല്ലോ.